ഒരു കാര്യം വിട്ടുപോയി, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നല്ലൊരു ഓണാശംസകൾ തന്നെ നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. അപ്പം നമ്മളൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ സദ്യ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലൊരു അത്തമുണ്ട്. അപ്പം കിടിക്കാച്ചി ഒരു അത്തമാണ്. അപ്പം നിങ്ങൾ അത്തം കണ്ടിട്ട് വരുമ്പോൾ ഇവിടെ സദ്യ റെഡിയാവും. അപ്പം ആദ്യം അത്തവും പിന്നെ സദ്യയും. വീഡിയോയിലേക്ക് പോയാലോ? പോകാം. ഒറ്റയിൽ വെക്കാം, അടുത്ത് ഉപ്പേരി വെക്കാം, അടുത്ത് മുളക് വെക്കാം, അടുത്ത് പഴം വെക്കാം, അടുത്ത് ഇഞ്ചി അച്ചാറ്, നാരങ്ങ അച്ചാറ്, അടുത്ത് മാങ്ങ അച്ചാറ്, അടുത്ത് കിച്ചടി. നമ്മൾ ഒരു കിച്ചടിയെ വെച്ചോളൂ. സോപ്പ് കിച്ചടിയൊക്കെ വെക്കാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കിച്ചടിയെ വെച്ചോളൂ. തോരൻ, അവിയല്, അടുത്ത് കൂട്ടുകറി. അപ്പൊ ഓണസദ്യ റെഡിയായതാ. ചോറ് റെഡിയാണ്. നല്ല ചോറ്, എല്ലാ കറികളും എല്ലാം വിളമ്പിയിട്ടുണ്ട്. ചോറ് വിട്ട് താഴെ ഇരുന്ന് കഴിക്കണം, അതാണ് വിളമ്പാൻ പറ്റാത്തത്. അതാണ് സദ്യ തറയിലിരുന്ന് കഴിക്കണം. അതാണ് ഇതിൻ്റെ ഒരു രസം. നമുക്കൊരു തേച്ചാക്കാം. ഉപ്പേരി വെച്ചില്ല. ഉപ്പേരി അല്ലേ ഇതോ ഇരിക്കണത്? ഇത് ഉപ്പേരിയാ. അപ്പൊ ഉപ്പേരിയായി. അപ്പൊ വിളമ്പിക്കോ. അതെ, നല്ല മഞ്ഞക്കറി ഉണ്ട്, പരിപ്പ് കറി. നല്ല രസമുള്ള പരിപ്പ് കറിയാണ്. ഇത് പപ്പടവും വന്നിട്ടുണ്ട്. അപ്പൊ പപ്പടം നേരത്തെ വയ്ക്കാൻ മറന്നുപോയെന്നാണ് പറയണത്. അപ്പൊ ഇതിനങ്ങോട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഒരു ഞെവിടി ഇങ്ങോട്ട് കഴിക്കണം. ഓണസദ്യ ആദ്യം കഴിക്കുകയാണ്. കൊള്ളാം. ഇഞ്ചി നോക്കാം. നാരങ്ങ അച്ചാറ്. ഇനി കുറച്ച് പപ്പടം കൂടി അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് അതിനങ്ങോട്ട് എടുത്ത് നല്ല കൊള്ളാം കേട്ടോ. നല്ല ഓണസദ്യ. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. അത് പറയാൻ മറന്നുപോയതുകൊണ്ട് പറയാണ്. ഇതാ തോരൻ, കിച്ചടി, അവിയല്, കൂട്ടുകറി, അങ്ങനെ വെള്ളവും വന്ന്. എടുത്ത് സാമ്പാറിന് ശകലം ചോറിട്ടിട്ടുണ്ട്. ലേശം ചോറും ശകല സാമ്പാറും. അത് എന്നാ രസമാ. അതങ്ങോട്ട് സാമ്പാർ ഒഴിച്ചു മതി. ഇതിനെ അങ്ങോട്ട് കഴിക്കണം. നമ്മളെ കൂട്ടുകറിയിൽ കിടന്ന ഉഴുന്നുവട. അത് കഴിക്കുമ്പോൾ നല്ല രസം.
ആ പഠിച്ചത് കഴിഞ്ഞ ഓണത്തിന് ഇതുപോലെ തന്നെ യവൻ ബോളിയുടെ കാര്യം പറഞ്ഞപ്പോ യവൻ പറഞ്ഞ് ബോളി കൊടുക്കണ്ട, മറ്റേ മോര് കൊടുക്കണ്ട, രസം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് മതിയാക്കി എനിക്ക് ഊണ് കഴിക്കണമെന്ന്. ആ ബോളി ഇട്ട് ഇനി നമുക്ക് ശകല കടല പായസം കുടിക്കാം. സേമിയാണ് ഇതിൽ കുടിക്കേണ്ടത്, പക്ഷെ എനിക്ക് ഇഷ്ടം കടലയാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലെല്ലാവർക്കും കടലയോട് ഒരു പ്രിയം. അങ്ങനെ മാത്രമാണ് കടല പായസം വയ്ക്കുന്നത്. നമ്മൾ ഇത് ഉണ്ടാക്കിയ ബോളിയാണ്, അതിന്റെ വീഡിയോ വരും. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് മോളിയെ. ഇത് മോളിയല്ലല്ലോ, ബോളിയല്ലേ? അറ്റട മാറിപ്പോയതാണ്, ക്ഷമിക്കണേ. നമുക്ക് ശകലം പപ്പടവും കൂടി ഇതിൽ പൊടിച്ച് വെച്ച് കഴിച്ചു നോക്കാം. മോളിയും പപ്പടവും ഒക്കെ കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതൊരു വെറൈറ്റി ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ, അല്ലേ? കൊള്ളാം. ഞാൻ പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ കൈ നക്കണം, എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ ഗംഭീര ടേസ്റ്റാണ്. പുളിശ്ശേരി അടിപൊളി മഞ്ഞ പുളിശ്ശേരിയാണ്. ആ പുളിശ്ശേരി, ആ അത് അവള് വച്ചോണ്ട് പറഞ്ഞത്, അല്ലാതെ പറഞ്ഞല്ല. പുളിശ്ശേരി ചാല പപ്പടം കൂടി പൊടിച്ച് കഴിച്ച് നോക്കിയല്ലോ, അതൊരു വെറൈറ്റി ആയിരിക്കും. ഈ ഓണം എല്ലാം വെറൈറ്റിയാണ്. മോരെ വരട്ടെ? ദൈവമേ, രസം മാത്രമേ ഉള്ളൂന്ന്, മോരില്ലെന്ന്. രസമാണ് ചോദിച്ചത്, അല്ലെ മക്കള മല്ലിക്കൊത്തല്ല. ആ കൊള്ളാം 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 രസം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് ഉള്ളത്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും